Hi dears, welcome to Indo Learning. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ നെയിംസ് ആൻഡ് നെയിംസിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ ഡിയേഴ്സ്, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് മെനി ഹ്യൂസ്. ഹ്യൂസ് എന്നാൽ നിറങ്ങൾ എന്നാണ് അർത്ഥം. ഓഫ് മെനി ഹ്യൂസ് എന്നാൽ പല നിറങ്ങളുടെ അഥവാ വൈവിധ്യങ്ങളുടെ നാടാണല്ലോ ഇന്ത്യ. നോക്കൂ കൂട്ടുകാരെ, മായ ആഞ്ചലോവിന്റെ കുറച്ച് വാക്കുകൾ നോക്കൂ. ഇൻ ഡൈവേഴ്സിറ്റി. എന്താണ് ഡൈവേഴ്സിറ്റി എന്നാൽ? വൈവിധ്യം. ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിൽ there is ബ്യൂട്ടി, സൗന്ദര്യമുണ്ട്. ആൻഡ് there is strength, കരുത്തുമുണ്ട്. വൈവിധ്യത്തിൽ സൗന്ദര്യവും കരുത്തുമുണ്ട്. Look here children, what can you see in this picture? First, look their clothes. അവരുടെ വസ്ത്രങ്ങൾ ശ്രദ്ധിക്കൂ. Different. Then look their skin colors. Different. Body shape. Different. ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ്. അവരുടെ വസ്ത്രധാരണാ രീതിയും അവരുടെ തൊലിയുടെ നിറങ്ങളും അവരുടെ ശാരീരിക ആകൃതികളും വ്യത്യസ്തങ്ങളാണ്. ഹിയർ വി ഗെറ്റ് 2 questions. നമുക്കിവിടെ 2 questions ഉണ്ട്. വാട്ട് ആർ ദി ചിൽഡ്രൻ ഡൂയിങ്? കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹിയർ ദർ ഈസ് എ ഗ്ലോബ്. ഇവിടെ ഒരു ഗ്ലോബ് ഉണ്ട്. ഈ ഗ്ലോബ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അപ്പൊ നമുക്ക് എന്ത് ആൻസർ പറയാം? ദ ചിൽഡ്രൻ ആർ ഒബ്സർവിങ് എ ഗ്ലോബ്. കുട്ടികൾ ഗ്ലോബ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക്? നിങ്ങൾ വിചാരിക്കുന്നോ? ദ ചിൽഡ്രൻ ആർ ഫ്രം ദി സെയിം കൺട്രി. കുട്ടികളെല്ലാം ഒരേ രാജ്യത്തിൽ നിന്ന് വരുന്നവരാണോ? അല്ലല്ലോ, നമ്മൾ പറഞ്ഞു അല്ലേ, അവരുടെ വസ്ത്രധാരണാ രീതിയിലും അവരുടെ ശാരീരിക ആകൃതികളിലും അവരുടെ തൊലി നിറങ്ങളിലുമെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയാം, നോ അല്ല, ദേ ആർ ഫ്രം ഡിഫറെന്റ് കൺട്രീസ്. അവർ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ദേർ അവരുടെ ക്ലോത്ത്സ്, അവരുടെ വസ്ത്രങ്ങൾ, സ്കിൻ കളേഴ്സ്, തൊലിയുടെ നിറങ്ങൾ, ആൻഡ് ഷേപ്സ്, ശാരീരികാകൃതികൾ ആർ ഡിഫറെന്റ്, വ്യത്യസ്തങ്ങളാണ്. നമ്മുടെ ലെസന്റെ പേരെന്താണ്? നെയിംസ് ആൻഡ് നെയിംസ്. എന്താണ് നെയിംസ് ആൻഡ് നെയിംസ് എന്നാൽ? പേരുകളും എന്നാണ് അർത്ഥം. ഇത് അർത്ഥമാക്കുന്നത് എന്താണ്? ദ ഇമ്പോർട്ടൻസ് ഓഫ് നെയിം, പേരിന്റെ പ്രാധാന്യം. നമ്മൾ ഈ കഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിതിൽ ഒരു പ്രധാന കഥാപാത്രം കാണാം. ആരാണത്? കുഞ്ഞിച്ചിരുത. കുഞ്ഞിച്ചിരുത ഒരു കൊച്ചു മലയാളി പെൺകുട്ടിയാണ്. അവൾ കേരളത്തിൽ നിന്നും അമേരിക്കയിലെ ന്യൂജേഴ്സിയിലേക്ക് താമസം മാറിയപ്പോൾ അവൾക്ക് അവിടത്തെ കാലാവസ്ഥയിലും സ്കൂളിലുമൊക്കെ ഉണ്ടായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് നമ്മൾ ഈ കഥയിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് കഥയിലേക്ക് പോകാം. വെൻ, അപ്പോൾ, യു, നിങ്ങൾ, മൂവ് എന്നാൽ ഇവിടെ പോവുക, മാറുക എന്നൊക്കെയാണ് അർത്ഥം. വെൻ യു മൂവ്, നിങ്ങൾ പോകുമ്പോൾ, ടു അനദർ, മറ്റൊരു കൺട്രി, രാജ്യം, ടു അനദർ കൺട്രി, മറ്റൊരു രാജ്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, ദ ഫ്ലോ, ഒഴുക്ക്, ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ദ ഫ്ലോ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഒഴുക്ക്, അതായത് ജീവിത രീതി ചേഞ്ചസ്, മാറുന്നു അല്ലേ? നിങ്ങൾ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ജീവിത രീതികൾ മാറുന്നു. വാട്ട്, എന്ത്, കുഡ് ബി, ആയിരിക്കും, എന്തായിരിക്കും, ദ ഡിഫറൻസ്, വ്യത്യാസം, യു, നിങ്ങൾ, മൈറ്റ് ഫീൽ, അനുഭവപ്പെട്ടേക്കാവുന്ന, വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്, നിങ്ങളൊരു പുതിയ സ്ഥലത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ അനുഭവപ്പെട്ടേക്കാവുന്ന വ്യത്യാസം എന്തായിരിക്കും? നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിലെ ഭാഷയോ സംസ്കാരമോ കാലാവസ്ഥയോ ഭക്ഷണ രീതികളോ ഒന്നുമായിരിക്കില്ല മറ്റൊരു രാജ്യത്ത്.
അപ്പൊ നമുക്കതിന് ആൻസർ എന്ത് പറയാം? ദ ലാംഗ്വേജ്, ഭാഷ, കൾച്ചർ, സംസ്കാരം, ക്ലൈമറ്റ്, കാലാവസ്ഥ, ആൻഡ് ഫുഡ് ഹാബിറ്റ്സ്, ഭക്ഷണ രീതികൾ, വിൽ ഓൾ ചേഞ്ച് ദർ, എല്ലാം അവിടെ മാറും. ഹിയർ ഈസ് എന്നാൽ ഇതാ, എ സ്റ്റോറി, ഒരു കഥ, ഓഫ് എ ഗേൾ, ഒരു പെൺകുട്ടിയുടെ, ഇതാ ഒരു പെൺകുട്ടിയുടെ കഥ. ഹു എന്നാൽ ഇവിടെ ആര് എന്നല്ല അർത്ഥം, അവൾ എന്നാണ് അർത്ഥം, ആ പെൺകുട്ടി. ഹു മൂവ്ഡ്, പോയ, ടു എ ന്യൂ കൺട്രി, പുതിയ രാജ്യത്തേക്ക് പോയ ഒരു പെൺകുട്ടിയുടെ കഥ ഇതാ. ദ പ്ലേസ്, ആ സ്ഥലം, വാസ് ആയിരുന്നു, വെരി ഡിഫറെന്റ്, വളരെ, ആ സ്ഥലം വളരെ വ്യത്യസ്തമായിരുന്നു. ഫ്രം, ഇൽ നിന്ന്, എവിടുന്ന്, വേർ ഷീ യൂസ്ഡ് ടു ലിവ് ബിഫോർ, യൂസ്ഡ് ടു ലിവ് എന്ന പതിവായി താമസിച്ചിട്ടുണ്ടായിരുന്ന, ബിഫോർ മുമ്പ് പതിവായി താമസിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലത്തിൽ നിന്നും വളരെ വ്യത്യാസമായിരുന്നു ആ സ്ഥലം. കുഞ്ഞിച്ചിരുത സ്റ്റുഡ് നിന്നു, എവിടെ നിന്ന്, അറ്റ് ദി ഗേറ്റ്, ഗേറ്റിൽ നിന്നു, കുഞ്ഞിച്ചിരുത ഗേറ്റിൽ നിന്നു. എന്നിട്ട് അവിടുന്ന് എന്താ ചെയ്യുന്നത്? ഇതാ കുഞ്ഞിച്ചിരുത ഗേറ്റിൽ നിൽക്കുന്നു, അവിടെ എന്താണ് ചെയ്യുന്നത്? ഗെയ്സിങ് അറ്റ്, ഗെയ്സ് എന്നാൽ തുറിച്ചു നോക്കുക എന്നാണ് അർത്ഥം, ഇവിടെ ലുക്കിംഗ് അറ്റ് എന്നാണ് അർത്ഥം, അതായത് നോക്കിക്കൊണ്ട്. ദ സ്ട്രീറ്റ്, തെരുവ്, അല്ലെ, തെരുവിലേക്ക് നോക്കിക്കൊണ്ട് കുഞ്ഞിച്ചിരുത ഗേറ്റിൽ നിൽക്കുകയാണ്. എന്തിനാണ് അവൾ ഗേറ്റിൽ നിൽക്കുന്നത്? ഷീ ലവ്ഡ്, അവൾ ഇഷ്ടപ്പെടുന്നു. ടു ലുക്ക്, നോക്കാൻ, ലുക്ക് അറ്റ്, ലുക്കിന് ശേഷം അറ്റ് എന്ന പ്രിപ്പോസിഷൻ വരും. ഇവിടെ ഗെയ്സ് അറ്റ് രണ്ടും സെയിം മീനിങ് ആണ്. ഗെയ്സ് അറ്റിനും എന്ത് ചെയ്യും? ഗെയ്സിനും ശേഷം അറ്റ് എന്ന പ്രിപ്പോസിഷൻ വരും. നോക്കൂ, ഷീ അവൾ, ലവ്ഡ് ഇഷ്ടപ്പെടുന്നു, ടു ലുക്ക് അറ്റ് നോക്കാൻ, പാസിംഗ് കടന്നു പോകുന്നത്, വെഹിക്കിൾസ് വാഹനങ്ങൾ, ആൻഡ് പെഡസ്ട്രിയൻസ്, പെഡസ്ട്രിയൻ എന്നാൽ വൺ ഹു വാക്സ്, കാൽനടയാത്രക്കാർ എന്നാണ് അർത്ഥം. വാഹനങ്ങളും കാൽനടയാത്രക്കാരും കടന്നു പോകുന്നത് നോക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഡിഡ് കുഞ്ഞിച്ചിരുത ലവ്, ഡിഡ് ലവ് എന്തായി മാറും? ലവ്ഡ് ആയി മാറും. വാട്ട് ഡിഡ് കുഞ്ഞിച്ചിരുത ലവ്, കുഞ്ഞിച്ചിരുത ഇഷ്ടപ്പെട്ടത്. ഡൂയിങ് ചെയ്യുവാൻ, അറ്റ് ദി ഗേറ്റ്, ഗേറ്റിൽ എന്ത് ചെയ്യുവാനാണ് കുഞ്ഞിച്ചിരുത ഇഷ്ടപ്പെട്ടത്? എന്ത് ചെയ്യാനാണ്? ദ ആൻസർ ഇതാ, ഷീ അവൾ, അവൾ എന്ന സ്ഥാനത്ത് കുഞ്ഞിച്ചിരുത എന്നാക്കിയാൽ മതി. ഷീ അവൾ ലവ്ഡ് ഇഷ്ടപ്പെട്ടു, ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്, അതാണ് നമ്മളിവിടെ ആൻസർ ചെയ്ത്. കുഞ്ഞിച്ചിരുത ലവ്ഡ്, കുഞ്ഞിച്ചിരുത ഇഷ്ടപ്പെടുന്നു, ടു ലുക്ക് അറ്റ് നോക്കുവാൻ, പാസിംഗ് കടന്നു പോകുന്നത്, വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ് വാഹനങ്ങളും കാൽനടയാത്രക്കാരും കടന്നു പോകുന്നത് നോക്കാൻ കുഞ്ഞിച്ചിരുതയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇനി നോക്കൂ, ഇറ്റ് അത്, വാസ് ആയിരുന്നു, ദ എൻഡ് അവസാനം, ഓഫ് വിന്റർ, വിന്റർ എന്നാൽ ശൈത്യകാലം, അത് ശൈത്യകാലത്തിന്റെ അവസാനമായിരുന്നു. ഏതാണ് ശൈത്യകാലത്തിന്റെ അവസാനം? അവൾ ന്യൂജേഴ്സിയിൽ എത്തിയ ആ സമയം ശൈത്യകാലത്തിന്റെ അവസാനമായിരുന്നു. നോക്കൂ, ദ എയർ വായു, വാസ് ആയിരുന്നു, വാമിംഗ് അപ്പ്, എന്താണ് വാമിംഗ് അപ്പ് എന്നാൽ ചൂട് പിടിക്കുക എന്നർത്ഥം. അപ്പോ എയർ ചൂട് പിടിക്കുക ആയിരുന്നു. ബട്ട് എന്നാൽ there was ഉണ്ടായിരുന്നു, എന്നാൽ ഉണ്ടായിരുന്നു, എന്തുണ്ടായിരുന്നു? സ്റ്റിൽ ഇപ്പോഴും, ദ ഒക്കേഷണൽ, ഒക്കേഷണൽ എന്നാൽ വല്ലപ്പോഴും, വല്ലപ്പോഴുമുള്ള കോൾഡ് വിൻഡ് തണുത്ത കാറ്റ്, എന്നാൽ ഇപ്പോഴും വല്ലപ്പോഴും ഉണ്ടാകുന്ന തണുത്ത കാറ്റുണ്ടായിരുന്നു. എപ്പോഴൊന്നും ഉണ്ടാവില്ല, വല്ലപ്പോഴും ഉണ്ടാവുന്ന തണുത്ത കാറ്റുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് ബീൻ എന്നാൽ ഉണ്ടായിരുന്നു എന്ന അർത്ഥം, മുമ്പേ എന്ന അർത്ഥത്തിൽ. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിന്റർ, ഒരു തണുത്ത ശൈത്യകാലം ഉണ്ടായിരുന്നു. ഇൻ ന്യൂജേഴ്സി, ന്യൂജേഴ്സിയിൽ, അതായത് കുഞ്ഞിച്ചിരുത ന്യൂജേഴ്സിയിലേക്ക് വരുന്നതിന്റെ മുമ്പേ ഒരു നല്ല ശൈത്യകാലമുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൺലി 5 എന്നാൽ 5 മണി, 5 മണി മാത്രമേ ആയിരുന്നുള്ളൂ. ബട്ട് എന്നാൽ നൈറ്റ് ഹാഡ് ഫാളൻ,
നൈറ്റ് ഹാഡ് ഫോളൻ എന്നാൽ അർത്ഥം എന്താണ്? ഇറ്റ് വാസ് നൈറ്റ്, രാത്രി ആയിരുന്നു എന്നാണ് അർത്ഥം. നോക്കൂ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? അതായത് എങ്ങനെയായിരുന്നു കാലാവസ്ഥ? അവൾ വരുമ്പോ എങ്ങനെയായിരുന്നു കാലാവസ്ഥ? ഇറ്റ് വാസ് ആയിരുന്നു. എന്തായിരുന്നു? ദ എൻഡ് ഓഫ് വിന്റർ, ശൈത്യകാലത്തിന്റെ അവസാനമായിരുന്നു. അതായത് ശൈത്യകാലം കഴിയാറായിരുന്നു. ദ എയർ വാസ് വാമിംഗ് അപ്പ്, വായു ചൂട് പിടിച്ചു വരികയായിരുന്നു. അതായത് അവിടുത്തെ കാലാവസ്ഥ ചൂട് പിടിച്ചു വരികയായിരുന്നു. ബട്ട് എന്നാൽ there was ഉണ്ടായിരുന്നു, എന്തായിരുന്നു? സ്റ്റിൽ, ഇപ്പോഴും ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്, വല്ലപ്പോഴുമുള്ള തണുത്ത കാറ്റ് ഇപ്പോഴും ഉണ്ടായിരുന്നു. നോക്കൂ, ദ വേരിങ് എന്നാൽ മാറുന്ന, ലെങ്ത് എന്നാൽ ദൈർഘ്യം, ലെങ്സ് ദൈർഘ്യങ്ങൾ, മാറുന്ന ദൈർഘ്യങ്ങൾ. എന്തിന്റെ മാറുന്ന ദൈർഘ്യങ്ങളാണ്? ഓഫ് ഡേ ആൻഡ് നൈറ്റ്, പകലിന്റെയും രാത്രിയുടെയും, അതായത് രാപ്പകലിന്റെ മാറുന്ന ദൈർഘ്യങ്ങൾ. എക്രോസ് സീസൺ, സീസണിലൂടെ, സീസൺസ് എന്നാൽ എന്താണ്? ഋതുക്കൾ, ഋതുക്കളിലൂടെ മാറുന്ന രാവിന്റെയും പകലിന്റെയും ദൈർഘ്യങ്ങൾ. ഹാഡ് പസിൽഡ് എന്നാൽ കൺഫ്യൂസ്ഡ് എന്നാണ് അർത്ഥം. ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ആര്? കുഞ്ഞിച്ചിരുതേ. അതായത് ഋതുക്കളിലൂടെ മാറി മാറി വരുന്ന രാപ്പകലുകളുടെ ദൈർഘ്യങ്ങൾ കുഞ്ഞിച്ചിരുതയ്ക്ക് ആശയക്കുഴപ്പമുണ്ടാക്കി. വെൻ ഷി അറൈവ്ഡ്, അവൾ എത്തിയപ്പോൾ, ഇൻ ജൂലൈ മാസത്തിൽ അവൾ ന്യൂജേഴ്സിയിലെത്തിയപ്പോൾ, ദ സൺസെറ്റ്, സൂര്യാസ്തമയം, ഓൺലി അറ്റ് 8:30, 8:30ക്കായിരുന്നു. സൂര്യാസ്തമയം എത്ര മണിക്കായിരുന്നു? 8:30ക്ക്. ഇവിടെ ഇന്ത്യയിൽ 8:30 എന്ന് പറഞ്ഞാൽ ഏത് സമയമാണ്? രാത്രി സമയമാണ്. എന്നാൽ അവൾ ന്യൂജേഴ്സിയിൽ ജൂലൈ മാസത്തിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചിരുന്നത് 8:30 മണിക്കായിരുന്നു. ദ ഡേ, ആ പകൽ, വാസ് ആയിരുന്നു, മോർ ദാൻ കൂടുതലായിരുന്നു, 15 hours ലോങ്, 15 മണിക്കൂറിലേറെ ആ പകൽ നീണ്ടു നിന്നിരുന്നു. അത് അന്നത്തെ പകല് എത്ര മണിക്കൂറിലേറെ ഉണ്ടായിരുന്നു? ന്യൂജേഴ്സിയിൽ 15 മണിക്കൂറിലേറെ ഉണ്ടായിരുന്നു. നൗ, ഇപ്പോൾ, ദ സൺസെറ്റ്, സൂര്യാസ്തമയം, എ ലിറ്റിൽ ബിഫോർ, എ ലിറ്റിൽ എന്നാൽ കുറച്ച്, ബിഫോർ മുമ്പേ, കുറച്ച് മുമ്പെയാണ്. ഇതിനേക്കാൾ 5 മണിയേക്കാൾ കുറച്ച് മുമ്പെയാണ് ഇപ്പോഴുള്ള സൂര്യാസ്തമയം. ആൻഡ് ദ ഡേ ലാസ്റ്റഡ് എന്നാൽ നീണ്ടു നിന്നു എന്നർത്ഥം. ദ ഡേ ലാസ്റ്റഡ്, ആ ദിവസം നീണ്ടു നിന്നു. ഓൺലി മാത്രം, എ ലിറ്റിൽ ലെസ് എന്നാൽ അല്പം കുറവ്. ആ ദിവസം അല്പം കുറവ് മാത്രമാണ് നീണ്ടുനിന്നത്. then കാൽ 10 hours, 10 മണിക്കൂറിനേക്കാൾ അല്പം കുറവ് മാത്രമാണ് ആ ദിവസം നീണ്ടു നിന്നിരുന്നത്. അതായത് ആ ദിവസം 10 മണിക്കൂറിലും കുറവായിരുന്നു എന്നാണ് അർത്ഥം. ഇവിടെ ഒരു ചോദ്യമുണ്ടല്ലോ. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത പസിൽ? ഡിഡ് പസിൽ എന്താവും? പസിൽഡ്, കൺഫ്യൂസ്ഡ് എന്നാവും. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത പസിൽ? എന്തുകൊണ്ടായിരുന്നു കുഞ്ഞിച്ചിരുത ആശയക്കുഴപ്പത്തിലായത്? അബൌട്ട് വാരിങ് ലെങ്ത്, മാറി വരുന്ന ദൈർഘ്യം, ഓഫ് ദി ഡേ ആൻഡ് നൈറ്റ്, രാവിന്റെയും പകലിന്റെയും മാറി വരുന്ന ദൈർഘ്യത്തിൽ കുഞ്ഞിച്ചിരുതയ്ക്ക് ആശയക്കുഴപ്പമുണ്ടായത് എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ്, കാരണം, വെൻ ഷി അറൈവ്ഡ് ഇൻ ജൂലൈ, അവൾ ജൂലൈയിൽ അവിടെ എത്തിയപ്പോൾ, ദ സൺസെറ്റ് ഓൺലി അറ്റ് 8:30, സൺസെറ്റ്, സൂര്യാസ്തമയം എത്ര മണിക്കായിരുന്നു? 8:30ക്കായിരുന്നു. ദ ഡേ വാസ് ഓവർ 15 hours, അല്ലേ? ആ ദിവസം 15 മണിക്കൂറിലും കൂടുതലായിരുന്നു. നൗ, എന്നാൽ ഇപ്പോ, നൗ ദ സൺസെറ്റ്, സൂര്യാസ്തമയം, എ ലിറ്റിൽ ബിഫോർ, അല്പം മുമ്പാണ്. 5 മണിക്ക് അല്പം മുമ്പാണ്.
സോ അതുകൊണ്ട് ദ ഡേയ്സ് വേർ ലെസ് ദാൻ 10 hours അല്ലേ? എന്താണ് ദ ഡേയ്സ്, ദിവസങ്ങൾ, വേർ ആയിരുന്നു, ലെസ് ദാൻ കുറവ്, 10 hours 10 മണിക്കൂറിലും കുറവായിരുന്നു. എന്നാൽ ആദ്യം വന്നപ്പോൾ ജൂലൈ മാസത്തിലോ ഡേയ്സ് 15 മണിക്കൂറിലും കൂടുതലായിരുന്നു. കുൻഹിച്ചിര്യോത, ആരോ വിളിക്കുന്ന അവിടെ, എന്താണ് വിളിച്ചത്? കുൻഹിച്ചിര്യോത. കുഞ്ഞിച്ചിരുത was startled means shocked, ഞെട്ടിപ്പോയി. കുഞ്ഞിച്ചിരുത ഞെട്ടിപ്പോയി. എന്താ ഞെട്ടിപ്പോകാൻ കാരണം? കുഞ്ഞിച്ചിരുതയെ വിളിച്ചത് എന്താണ്? കുൻഹിച്ചിര്യോത. ദാറ്റ് വാസ്, അതായിരുന്നു. ആ വിളിച്ചത് ആരായിരുന്നു? കെയ്റ്റ്. അത് കെയ്റ്റ് ആയിരുന്നു. കെയ്റ്റ് ആരാണ്? ഹെയർ ക്ലാസ്മേറ്റ്, അവളുടെ സഹപാഠിയാണ്. ഷീ, അവൾ, അതായത് കെയ്റ്റ്, ലിവ്ഡ്, താമസിക്കുന്നു. ജസ്റ്റ് എക്രോസ്, എക്രോസ് എന്നാൽ അപ്പുറം എന്നർത്ഥം. ജസ്റ്റ് അക്രോസ്, തൊട്ടപ്പുറത്ത്. ദ സ്ട്രീറ്റ്, ആ തെരുവിന്റെ തൊട്ടപ്പുറത്താണ് കെയ്റ്റ് താമസിക്കുന്നത്. അതായത് നമ്മുടെ കുഞ്ഞിച്ചിരുത താമസിക്കുന്ന സ്ട്രീറ്റിന്റെ തൊട്ടടുത്താണ് കെയ്റ്റ് താമസിക്കുന്നത്. നോക്കൂ, അവളുടെ പേര് തെറ്റായി ഉച്ചരിച്ച് വിളിക്കുന്നത് കുഞ്ഞിച്ചിരുതയ്ക്ക് ഒട്ടും സഹിക്കുന്നതല്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ, ഓ നോട്ട് അഗെയിൻ. നോട്ട് അഗെയിൻ എന്നാൽ എന്താണ്? ഓ വീണ്ടും ആവർത്തിക്കാതിരുന്നെങ്കിൽ. കുഞ്ഞിച്ചിരുത സെഡ്, കുഞ്ഞിച്ചിരുത പറഞ്ഞു, ടു ഹെയർ സെൽഫ്, അവളോട് പറഞ്ഞു, അണ്ടർ ഹെയർ ബ്രെത്ത്. അണ്ടർ ഹെയർ ബ്രെത്ത് എന്ന് പറഞ്ഞാൽ പതുക്കെ പറഞ്ഞു. സെഡ് സ്ലോലി. കുഞ്ഞിച്ചിരുത അവളോട് തന്നെ പതുക്കെ പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞത്? നോട്ട് അഗെയിൻ, വീണ്ടും വിളിക്കാതിരുന്നെങ്കിൽ. എന്നിട്ടൊരു ക്വസ്റ്റ്യനുമുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? വെൻ വിൽ ഷീ ലേൺ, അവൾ എപ്പോൾ പഠിക്കും, ടു പ്രൊനൗൺസ്, ഉച്ചരിക്കാൻ, മൈ നെയിം, എന്റെ പേര്, റൈറ്റ്, ശരിയായി. അവൾ എപ്പോൾ എന്റെ പേര് ശരിയായി ഉച്ചരിക്കാൻ പഠിക്കും? ആര്? കെയ്റ്റ്. ദിസ് വാസ്, ഇതായിരുന്നു, ഹെർ 6th month, അവളുടെ 6ാമത്തെ മാസം. അറ്റ് സ്കൂൾ, സ്കൂളിൽ. ഇത് അവളുടെ 6ാമത്തെ മാസമായിരുന്നു സ്കൂളിൽ. ബാക്ക് ഇൻ കേരള, കേരളത്തിലായിരുന്നപ്പോൾ, ഷീ, അവൾ, ഹാഡ് ലേൺഡ്, പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പഠിച്ചത്? ഓൺലി, മാത്രം, സം ഇംഗ്ലീഷ് റൈംസ്, കുറച്ച് ഇംഗ്ലീഷ് കവിതകൾ മാത്രമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എവിടെ? അറ്റ് പ്ലേ സ്കൂൾ, പ്ലേ സ്കൂളിൽ. അപ്പോൾ കേരളത്തിലായിരുന്നപ്പോൾ അവൾ പ്ലേ സ്കൂളിൽ കുറച്ച് കവിതകളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കവിതകൾ മാത്രമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്നാൽ ഷീ ഹാഡ് പിക്ക്ഡ് അപ്പ്. പിക്ക്ഡ് അപ്പ് എന്നാൽ ലേൺഡ് എന്നാണ് അർത്ഥം. പിക്ക്ഡ് അപ്പ്, അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് ആൻ എമൈസിംഗ് സ്പീഡ്. എന്താണ് എമൈസിംഗ് എന്നാൽ? എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിശയകരമായ. അവൾ അതിശയകരമായ, അത്ഭുതകരമായ സ്പീഡിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ? ന്യൂജേഴ്സിയിൽ. ഹെർ ക്ലാസ്മേറ്റ്സ്, അവളുടെ സഹപാഠികൾ, ആൻഡ് ടീച്ചേഴ്സ്, അവളുടെ സഹപാഠികളും അധ്യാപകരും, വേറായിരുന്നു, എന്തായിരുന്നു? വെരി കൈൻഡ്, വളരെ കൈൻഡ്, ദയുള്ള, വളരെ ദയുള്ളവരും, ആൻഡ് ഹെൽപ്ഫുൾ, സഹായിക്കുന്നവരും ആയിരുന്നു. ദിസ് ഈസ് എൻ ഇമ്പോർട്ടന്റ് സെന്റൻസ്. ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വേർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ഷീ ഡിഡ് നോട്ട്, അവൾക്ക്, ഡിഡ് നോട്ട് ഫീൽ, തോന്നിയില്ല. അറ്റ് ഓൾ എന്നാൽ ഒട്ടും എന്നർത്ഥം. ഷീ ഡിഡ് നോട്ട് ഫീൽ അറ്റ് ഓൾ എന്നാൽ അർത്ഥം എന്താണ്? അവൾക്ക് ഒട്ടും തോന്നിയില്ല. എ സ്ട്രേഞ്ചർ, ഒരു അപരിചിതയായി, അറ്റ് സ്കൂൾ, സ്കൂളിൽ. അവൾക്ക് സ്കൂളിൽ ഒട്ടും ഒരു അപരിചിതയായി തോന്നിയില്ല. കാരണം എന്തുകൊണ്ടായിരിക്കും? ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. നോക്കൂ, ഇവിടെ ഒരു ചോദ്യമുണ്ട്. വൈ ഡിഡിന്റ്, എന്തുകൊണ്ട്, കുഞ്ഞിച്ചിരുത ഫീൽ, ഫീൽ എന്നാൽ തോന്നുക, ഡിഡിന്റ് ഫീൽ എന്നാൽ തോന്നിയില്ല.
എന്തുകൊണ്ട് കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നിയില്ല? എ സ്ട്രേഞ്ചർ, ഒരു അപരിചിതയായി. അറ്റ് ഓൾ, ഒട്ടും തോന്നിയില്ല. അറ്റ് സ്കൂൾ, എന്തുകൊണ്ട് കുഞ്ഞിച്ചിരുതയ്ക്ക് ഒരു അപരിചിതയായി ഒട്ടും തോന്നാതിരുന്നത്? നോക്കൂ, എന്താണ് കാരണം? ആ സെന്റൻസ് തന്നെയാണ്. ഹെയർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. സോ അതുകൊണ്ട് ഷീ ഡിഡ് നോട്ട് ഫീൽ, അവൾക്ക് അനുഭവപ്പെട്ടില്ല. അറ്റ് ഓൾ, ഒട്ടും അനുഭവപ്പെട്ടില്ല. സ്ട്രേഞ്ചർ, അപരിചിതയായി. അറ്റ് സ്കൂൾ, സ്കൂളിൽ. നോക്കൂ, മിസ് ഹോപ്കിൻസ്, ഹൂ, അവർ. ഹൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ഹോപ്കിൻസ് തന്നെയാണ്. മിസ് ഹോപ്കിൻസ് ഹൂ അവർ ടോട്ട് മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്സ് പഠിപ്പിച്ച മിസ് ഹോപ്കിൻസ് വെന്റ് ഔട്ട് ഓഫ് ദി വേ. വെന്റ് ഔട്ട് ഓഫ് ദി വേ എന്നാൽ അതിനർത്ഥം എന്താണ്? ഇതൊരു ഫ്രേസ് ആണ്. ഫ്രേസ് എന്ന കൂട്ടുകാർക്ക് അറിയാമല്ലോ, ഒന്നിലേറെ പദങ്ങൾ വന്നിട്ട് അതിന് ഒരർത്ഥം മാത്രം ഉണ്ടാവുക. വെന്റ് ഔട്ട് ഓഫ് ദി വേ, ഇവിടെ അർത്ഥം പരിശ്രമിച്ചു എന്നാണ്. അപ്പൊ മാത്തമാറ്റിക്സ് പഠിപ്പിച്ച ഹോപ്കിൻസ് പരിശ്രമിച്ചു, അല്ലേ? എന്തിന്? ടു മേക്ക്, ടു മേക്ക് ആക്കാൻ, ഹെയർ, അവളെ, കംഫോർട്ടേബിൾ. കംഫോർട്ടേബിൾ എന്നാൽ അർത്ഥം എന്താണ്? ആശ്വാസം. ആശ്വാസം ഉണ്ടാക്കാൻ പരിശ്രമിച്ചു. എന്തിനാശ്വാസം ഉണ്ടാക്കാനായിരിക്കും? അവളുടെ പേര് കറക്റ്റായി ഉച്ചരിച്ചുകൊണ്ട്. ദ ഓൺലി തിങ്, ഒരേ ഒരു കാര്യം, ദാറ്റ് അപ്സെറ്റ്, അവളെ അപ്സെറ്റ് ഹെയർ, അവളെ വിഷമിപ്പിച്ചത്, വാസ്, ആയിരുന്നു. ഒരേ ഒരു കാര്യം അവളെ വിഷമിപ്പിച്ചത് ആയിരുന്നു. ദ വേ, ആ രീതി. ഹെയർ ക്ലാസ്മേറ്റ്സ്, അവരുടെ സഹപാഠികൾ, പ്രൊനൗൺസ്ഡ്, ഉച്ചരിച്ച, ഹെയർ നെയിം, അവളുടെ പേര്. അവളുടെ പേര് ഉച്ചരിച്ച ഒരേ ഒരു കാര്യം മാത്രമാണ് അവളെ വിഷമിപ്പിച്ചത്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അവളുടെ പേര് ക്ലാസ്സിൽ കറക്റ്റായി ആരും ഉച്ചരിക്കാറില്ലായിരുന്നു. അത് മാത്രമാണ് അവളെ വിഷമിപ്പിച്ചത്. ഈവൻ പോലും മിസ് ഹോപ്കിൻസ് പോലും ഫൗണ്ട്, തോന്നി. എന്താ തോന്നിയത്? ഫൗണ്ട് ഹെയർ നെയിം, അവളുടെ പേര്, ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ്, അല്ലെ, ഉച്ചരിക്കാൻ പ്രയാസം തോന്നി. ആർക്ക് പോലും? മിസ് ഹോപ്കിൻസിന് പോലും അവളുടെ പേര് ഉച്ചരിക്കാൻ പ്രയാസം തോന്നി. ഷീ ഡിഡ് ട്രൈ എന്നാൽ ഷീ ട്രൈഡ് എന്നാണ് അർത്ഥം. അവൾ ശ്രമിച്ചു. ദോ, എങ്കിലും നടന്നില്ല എന്നാണ് അർത്ഥം. അവൾ നന്നായി ശ്രമിച്ചു, എങ്കിലും നടന്നില്ല. ഷീ മാനേജ്ഡ് ടു ഗെറ്റ് എന്നാൽ അവൾക്ക് കഴിഞ്ഞു. ആർക്കാണ് ഇവിടെ? അവൾ ആരാണ്? ഹോപ്കിൻസ്. ദ ലാസ്റ്റ് പാർട്ട്, അവസാനത്തെ ഭാഗം, റൈറ്റ്, ശരിയാക്കാൻ. അവസാനത്തെ ഭാഗം, അതായത് കുഞ്ഞിച്ചിരുതയുടെ പേരിന്റെ അവസാന ഭാഗം ശരിയാക്കാൻ അവൾക്ക് കഴിഞ്ഞു. അവസാന ഭാഗം ഏതാണ്? ചിരുത. അത് കറക്റ്റായിട്ട് നമ്മുടെ ഹോപ്കിൻസ് ഉച്ചരിക്കും. ബട്ട് എന്നാൽ ഷീ സ്റ്റിൽ ഫൗണ്ട്, അവൾക്ക് ഇപ്പോഴും തോന്നി. ദ ഫസ്റ്റ് പാർട്ട്, ആദ്യത്തെ ഭാഗം, ഒരു ടങ് ട്വിസ്റ്റർ. എന്താണ് ടങ് ട്വിസ്റ്റർ എന്നാൽ? നാവ് കുഴക്കുന്നത്. ഇപ്പോഴും ആദ്യത്തെ ഭാഗം ഉച്ചരിക്കാൻ മിസ് ഹോപ്കിൻസിന് നാവ് കുഴക്കുന്നതായി തോന്നി. ആദ്യത്തെ ഭാഗം ഏതാണ്? കുഞ്ഞി. ആ ഭാഗം ഇപ്പോഴും ഹോപ്കിൻസിന് ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. ഹൈ കേറ്റ്, നോക്കൂ, നേരത്തെ കുൻഹിച്ചിരിയോത എന്ന് വിളിച്ചല്ലോ, അതിനുള്ള മറുപടി ഇപ്പോഴാണ് ആര് പറയുന്നത്? കുഞ്ഞിച്ചിരുത പറയുന്നത്. നോക്കൂ, ഹൈ കേറ്റ്, കുഞ്ഞിച്ചിരുത വെയ്വ്ഡ് ബാക്ക് എന്നാൽ അർത്ഥം എന്താണ്? തിരിച്ചു കൈവീശി. നേരത്തെ കുഞ്ഞിച്ചിരുത എന്ന് വിളിച്ചതിന് കുഞ്ഞിച്ചിരുത ഇപ്പോൾ കൈവീശി. കേറ്റ് വാസ് ഗോയിങ്, കേറ്റ് പോവുകയായിരുന്നു. ഷോപ്പിങ്ങിന് പോവുകയായിരുന്നു. വിത്ത് ഹെയർ ഓണ്ട് മാമി, അവളുടെ മാമിയുടെ കൂടെ കേറ്റ് ഷോപ്പിങ്ങിന് പോവുകയായിരുന്നു. ആ സമയത്താണ് കുൻഹിച്ചിരിയോത എന്ന് കേറ്റ് വിളിച്ചത്. There were, ഉണ്ടായിരുന്നു.
24 സ്റ്റുഡൻസ് 24 കുട്ടികൾ ഇൻ ഗ്രേഡ് 1 എന്നാൽ ഒന്നാം ക്ലാസ്സിൽ 24 കുട്ടികൾ ഉണ്ടായിരുന്നു. കുഞ്ഞിച്ചിരുത വാസ് നോട്ട് ഓൺലി കുഞ്ഞിച്ചിരുത മാത്രമായിരുന്നില്ല നോൺ അമേരിക്കൻ സ്റ്റുഡന്റ് അമേരിക്കക്കാരിയല്ലാത്ത സ്റ്റുഡന്റ് ഇൻ ഹെർ ക്ലാസ് അവളുടെ ക്ലാസ്സിൽ. അതായത് കുഞ്ഞിച്ചിരുത മാത്രമല്ല അവളുടെ ക്ലാസ്സിൽ അമേരിക്കക്കാരിയല്ലാത്ത സ്റ്റുഡന്റ്. ഇൻഫാക്ട് യഥാർത്ഥത്തിൽ നിയർലി ഏകദേശം ഹാഫ് ദി സ്റ്റുഡൻസ് 24 പകുതി ഏകദേശം 12ഓളം സ്റ്റുഡൻസ് ബിലോങ്ഡ് ഉൾപ്പെട്ടിരുന്നു ടു എമിഗ്രന്റ് ഫാമിലീസ്. എന്താണ് എമിഗ്രന്റ്? കുടിയേറി പാർക്കുന്ന ഫാമിലീസ്, കുടുംബങ്ങൾ. എമിഗ്രന്റ് ഫാമിലിയിൽ കുടിയേറി പാർക്കുന്ന കുടുംബത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. ദർ വേർ ആയിരുന്നു സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ ഫ്രം കാനഡ കാനഡയിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു. മെക്സിക്കോ, ഇറ്റലി, ദ UAE, ഈജിപ്റ്റ് ആൻഡ് ചൈന ഈ രാജ്യങ്ങളിലെല്ലാമുള്ള വിദ്യാർത്ഥികളായിരുന്നു. അതായത് 12ഓളം വിദ്യാർത്ഥികൾ ഈ രാജ്യങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളായിരുന്നു. എന്നാൽ കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ കുഞ്ഞിച്ചിരുത മാത്രമായിരുന്നു ഒരേ ഒരു ഇന്ത്യക്കാരി. ഈ ലെസൺ നമ്മൾ 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്തത്. പാർട്ട് 2വിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.